ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അധികം ആരും ട്രൈ ചെയ്യാത്ത ഒരു അടിപൊളി ഐറ്റവുമായിട്ടാണ് കേട്ടോ. കക്കയിറച്ചി എങ്ങനെയാണ് ചാറായിട്ട് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കക്കയിറച്ചിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി വലിപ്പമൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് അതിന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ളതൊക്കെ നമുക്ക് കളഞ്ഞ് ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് നമുക്ക് കഴുകിയെടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് തേങ്ങാക്കൊത്ത് വിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, തക്കാളി കഷ്ണങ്ങളാക്കിയത്, ഇതൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇത്രയൊക്കെ ഇട്ട് നമുക്ക് ഒന്ന് വഴറ്റാം. ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി. അതിനകത്തോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒത്തിരി വെള്ളമൊന്നും വേണ്ട. അത്യാവശ്യം നമ്മുടെ കക്കയിറച്ചിയൊക്കെ ഒന്ന് വെന്ത് വരാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഒരു കുക്കർ എടുത്ത് അതിനകത്തോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്കയിറച്ചി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്ത് നമുക്ക് ആവശ്യമെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിനകത്തേക്ക് ഇനി ഇട്ട് കൊടുക്കേണ്ടത് ഒരു 2 ഉരുളക്കിഴങ്ങ് ഇച്ചിരി വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് അതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. 3 വിസിൽ അടിക്കുന്നത് വരെ നമുക്കൊന്ന് വേവിക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ എടുത്ത് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകും പൊട്ടിച്ച് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ആ കക്കയിറച്ചിനെ നമ്മളിപ്പോൾ റെഡിയാക്കിയിരിക്കുന്ന ഒരു പാനിനെടുത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടില്ലേ അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് അത് മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കി കുറച്ച് നേരം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി റോസ്റ്റായിട്ടൊന്നും വരണ്ട, എന്നാൽ വെള്ളത്തോടു കൂടി നമുക്ക് അല്പം വെള്ളവും അല്പം ചാറും അത് ഇതായിട്ടുള്ള വിധത്തിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാനും ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ടേസ്റ്റ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇത് കാണുന്ന നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അധികം ആരും ഒന്നും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യാനും